വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്ക് പോലെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉലുവ കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കണേ. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാണ്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇതൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേനും മറ്റൊരു അടുപ്പിൽ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പശവശപ്പം മാറിയെടുക്കാൻ പാകത്തിന് ഒന്ന് വഴറ്റിയെടുക്കുക. വെന്ത് പോകേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ സമയം കൊണ്ട് ഇപ്പുറത്തെ ഞാൻ മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ മസാലക്കൂട്ടിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി നല്ല എണ്ണ തെളിയുന്ന പരുവാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്കയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം കറി തയ്യാറാക്കിയാലും മതി കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ വാളംപുളി പിഴിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണോ ഉപ്പും പുളിയും കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് അത് ആവശ്യത്തിനുള്ള ചാറ് കുറുകി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക കറി റെഡിയാകും കേട്ടോ. ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നവരാണ് മിക്കവാറും ആളുകളെന്ന് എനിക്കറിയാം. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലാത്തവരാണ് എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.